37 വയസ്സാണ് പ്രായം. പക്ഷേ ക്രിക്കറ്റിലെ രാജാവ് IPL അടക്കി ഭരിക്കുകയാണ്, ചോദ്യങ്ങൾക്ക് തരിമ്പും ഇട നൽകാതെ. 18 വർഷം നീണ്ട പരിഹാസങ്ങൾ കഴിഞ്ഞ തവണ അവസാനിപ്പിച്ച ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് തുടരെ രണ്ടാം കിരീടം നേടി തലയെടുപ്പോടെ നിൽക്കുമ്പോൾ അതിൻ്റെ നട്ടെല്ലായി അയാളുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിലെ എന്നല്ല, ലോക ക്രിക്കറ്റിലെ തന്നെ ഒരേയൊരു രാജാവ്, സാക്ഷാൽ വിരാട് കോഹ്ലി. ജീവിതത്തിൽ ഇനി നേടാനായി വലുതായൊന്നുമില്ല. 2008 അണ്ടർ 19 കിരീടം രാജ്യത്തിന് സമ്മാനിച്ചു തുടങ്ങിയതാണ്. ICC ട്രോഫികൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട കരിയർ. 2011 ഏകദിന ലോകകപ്പ്, 2013 ചാമ്പ്യൻസ് ട്രോഫി, 2024 T20 ലോക കിരീടം. അകന്നു നിന്നത് IPL കിരീടമായിരുന്നു. അതിപ്പോൾ തുടർച്ചയായി 2 തവണയായി. IPL ചരിത്രത്തിൽ കിരീടം നിലനിർത്തിയ മൂന്നാമത്തെ മാത്രം ടീമായി ബംഗളൂരുവിനെ മാറ്റിയത് അയാളുടെ എണ്ണം പറഞ്ഞ 75 റൺസാണ്. വിരാട് കോഹ്ലി എങ്ങനെയാണ് കാലത്തെ അതിജീവിക്കുന്നത്? കളി തുടങ്ങിയ കാലം മുതലുള്ള അഗ്രഷൻ അയാൾ ഈ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലും ആളിക്കത്തിക്കുന്നുണ്ട്. റൺസിനോടുള്ള അടങ്ങാത്ത ദാഹം അയാളെ ഈ കളിയിലെ യുവാക്കളെ പോലും മറികടക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. 15-കാരനും 26-കാരനും പിന്നൊരു 24-കാരനും ആദ്യ 3-ൽ നിൽക്കുന്ന 2026 സീസണിലെ റൺവേട്ടയിൽ 4-ാം സ്ഥാനത്തുള്ളത് 37-കാരനായ വിരാട് കോഹ്ലിയാണ്. 16 കളികളിൽ 165.84 പ്രഹരശേഷിയിൽ 56.25 ശരാശരിയിൽ 675 റൺസ്, ഒരു സെഞ്ചുറിയും 5 അർദ്ധ സെഞ്ചുറികളും, സിക്സുകൾ 25. ഫൈനലിൽ ഗുജറാത്ത് ഒരൽപ്പം കൂടി റൺസ് നേടിയിരുന്നെങ്കിൽ കോഹ്ലിയും 700 റൺസ് മറികടക്കുമായിരുന്നു എന്നത് വ്യക്തമാണ്. IPL 19 സീസണുകളും കളിച്ച താരമായ വിരാട് കോഹ്ലി തൻ്റെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയത് ഈ 37-ാം വയസ്സിൽ IPL ഫൈനലിലാണ് എന്ന് ഓർക്കുക. 25 പന്തിലെ ആ 50 റൺസുകൾ അയാളുടെ സാമ്രാജ്യത്തിൻ്റെ യൗവനമാണ് സൂചിപ്പിക്കുന്നത്.